കുറേ നാളായിട്ട് നമ്മൾ വരണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് അല്ലേ? ബാബ്സ് ഹിന്ദു മന്ദിർ. അബുദാബിയിലെ ഹിന്ദു ടെമ്പിളിലോട്ട് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മൾ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. നമ്മൾ ഏകദേശം 4:30 ആകുമ്പോഴത്തെ 5 മണിക്ക് നമ്മൾ ഉള്ളിലോട്ട് കയറുന്ന ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഉള്ളിലോട്ട് കയറിയിട്ട് ഈ യുഎയിലെ ഏറ്റവും വലിയ അമ്പലം ഞങ്ങളിതാ കാണാൻ പോവാം. നമ്മൾ ഓൾമോസ്റ്റ് എത്താനായിട്ട് നമ്മൾ വലിയ തിരക്കൊന്നും കാണുന്നില്ല അല്ലേ റോഡിൽ വലിയ തിരക്കില്ല. നമ്മൾ ഈ റൗണ്ട് ബോട്ട് കടന്ന് അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ ആയി നമ്മുടെ സ്ഥലം. BAPS ഹിന്ദു മന്ദിറിലോട്ട് എത്താൻ പോവാണ്. നമ്മൾ ഒരു വീക്കെൻഡിലാണ്. അതെ, വീക്കെൻഡിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. നമ്മൾ ഷാർജയിൽ നിന്ന് ഏകദേശം 120 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ലെവലിൽ പോകുന്ന സമയത്ത് നമ്മൾ ഷെയ്ഖ് സായദ് റോഡിൽ ഈ ലെവലിൽ പോകുന്ന സമയത്ത് അവിടെ നിന്ന് എക്സിറ്റ് നമ്പർ 366 ആണ് എടുക്കേണ്ടത്. അൽത്താഫ് റോഡ് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. അൽത്താഫ് റോഡിൽ ആ റോഡിൽ നേരെ വരുന്ന സമയത്ത് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ നേരെ നമ്മൾ ഈ കൾച്ചറൽ ഡിസ്ട്രിക്റ്റിൻ്റെ അടുത്തെത്തും. അവിടെയാണ് ഈ അമ്പലം ഉള്ളത്. ഈ അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടി 2 ബസ് റൂട്ട് ഉണ്ട് കേട്ടോ. 203, 223 2 ബസ്സുകളാണ്. അബുദാബി ബസ് സ്റ്റേഷനിലും ഷഹാമ ബസ് സ്റ്റേഷനിലുമാണ് ഡയറക്റ്റ് ബസ്സുകളുള്ളത്. ബാക്കി എമിറേറ്റിൽ നിന്ന് വരുന്നവർക്ക് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് നേരെ നിങ്ങൾക്ക് അബുദാബി വരാം. എന്നിട്ട് ഈ 2 ബസ് റൂട്ടിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളോട് കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞുതരാം. കൾച്ചറൽ ഡിസ്ട്രിക്റ്റിൽ ഈ മന്ദിർ മാത്രമല്ല പള്ളികളുണ്ട് കേട്ടോ. ക്രിസ്ത്യൻ പള്ളികൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നല്ല വിശാലമായ പാർക്കിംഗ് ആണ്. ഇവിടെ നമ്മൾ വണ്ടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് കയറാൻ പോവാം. മന്ദിർ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയർ ബുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മന്ദിർ.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് കയറിയിട്ട് ബുക്ക് ചെയ്യേണ്ടത്. അഥവാ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തിയത് QR കോഡ് സ്കാൻ ചെയ്തിട്ടും ബുക്ക് ചെയ്യാം. ഇവിടെ ഗൈഡഡ് ടൂറിൻ്റെ ഓപ്ഷൻ കൂടെ കിട്ടും കേട്ടോ. ഫിക്സഡ് ഗൈഡഡ് ടൂർ ഗൈഡ് വെച്ചിട്ടുള്ള ടൂറുകൾ, അതുപോലെ ബിഹൈൻഡ് ദ സീൻ ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ടൂറുകളുണ്ട്. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞാണ് ഉള്ളിലേക്ക് കയറുന്നത്. നേരെ കയറുമ്പോഴത്തേക്കും വലിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അമ്പലത്തിൻ്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട കുറേ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിലൂടെ ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അമ്പലത്തിലോട്ട് പോകല്ല, എന്നാലും നമ്മൾ പുറത്തുനിന്ന് കാണുന്നത് ഫ്രണ്ട് വ്യൂ അല്ല കേട്ടോ, സൈഡ് വ്യൂ ആണല്ലേ. നമ്മൾ വെളിയിൽ നിന്ന് ആ കണ്ട അമ്പലത്തിന്റെ ആ ഒരു വ്യൂ അങ്ങനെയാണ്. അതെ അതെ, നമ്മൾ ഇനി ഫ്രണ്ടിലോട്ടാണ് ഇങ്ങനെ നടന്ന് വളഞ്ഞിങ്ങനെ പോകുമ്പോഴാണ് ഫ്രണ്ടിൽ. അതെ അതെ, ഇതാണല്ലേ സെപ്റ്റംബർ 13 ഓപ്പൺ ആയി പറഞ്ഞ സംഭവം അല്ലേ? ഫെയറി ടെയിൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതെ, ഇതിനകത്ത് വെച്ചാൽ ഇപ്പം നമുക്ക് ഈ ഒരു മന്ദിർ കൺസ്ട്രക്ഷന്റെ സമയത്തുള്ള ഫുൾ ആ ഒരു ഹിസ്റ്ററി നമുക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇവിടെ പ്രസാദം എന്നൊക്കെ എഴുതി കാണുന്നുണ്ടല്ലോ, പക്ഷെ ഇവിടെ ആരും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ചിലപ്പോൾ കാണുമായിരിക്കും. BAPS ഹിന്ദു മന്ദിറിന്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഏകദേശം 500 തരത്തിലുള്ള മരങ്ങളും ചെടികളും നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ കാണുന്നതൊക്കെ ഇവിടെ കൊണ്ട് നട്ട മരങ്ങളാണ്. അമ്പലത്തിന്റെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ നല്ലൊരു ഫുഡ് കോർട്ട് ഉണ്ട്. നല്ല ഫുഡാണെന്നാണ് കേട്ടത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹിയാൻ ഗ്രാൻഡ് ചെയ്ത് 27 ഏക്കർ സ്ഥലത്താണ് ഈ അമ്പലം ഉള്ളത്. 2019 സെപ്റ്റംബറിലാണ് അമ്പലത്തിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. അത് ഏകദേശം 4-4.5 വർഷം കൊണ്ട് പൂർത്തിയായിട്ട് 2024 ഫെബ്രുവരി 14 ഇനോഗ്രേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് മാർച്ചിൽ പബ്ലിക്കിന് ഓപ്പൺ ആക്കി കൊടുക്കുകയും ചെയ്തു. ആ സമയത്ത് നമ്മൾ പോകണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഇപ്പോഴാണ് സാധിച്ചത് അല്ലേ? അതെ, കുറെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല റഷ് ആയിരുന്നു ആ സമയത്ത്. ഒരു 1 വീക്കിനുള്ളിൽ തന്നെ ഏകദേശം 1 മില്യൺ ആളുകളൊക്കെ വിസിറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും നല്ല റഷാണ് ഇവിടെ, എല്ലാ സമയത്തും റഷാണ്. ഞങ്ങൾ പോയ ആ കറക്റ്റ് സമയത്ത് കുറച്ച് നേരം റഷ് കുറവായതുകൊണ്ട് അത്യാവശ്യം കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റി. BAPS ഹിന്ദു മന്ദിർ മൺഡേസ് ക്ലോസ്ഡ് ആണോ? ബാക്കിയുള്ള ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ ആൾക്കാർക്ക് പ്രവേശനമുള്ളൂ. അതുകൂടാതെ രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ദർശനം ഉള്ളത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് തന്നെ ഇവിടെ വരിക. അതുപോലെ ഇവിടെ ജാതിമത വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാവർക്കും പ്രവേശനമുണ്ട്. റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് വരിക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അമ്പലത്തിന്റെ പടി കയറുന്നതിന്റെ അടുത്ത ഭാഗത്തോട്ടാണ് ഫുഡ് കോർട്ട് വരുന്നത് കേട്ടോ. ദ ഓർച്ചാർഡ് എന്ന് പറഞ്ഞാണ് ഫുഡ് കോർട്ട് വരുന്നത്. അതുപോലെ ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് ചെരുപ്പ് വെക്കേണ്ട സ്ഥലമുള്ളത്. അമ്പലത്തിലേക്ക് ദർശനത്തിന് പോകേണ്ടവർക്ക് വാങ്ങേണ്ട പൂവ്, ചന്ദനത്തിരിക്കൊക്കെ വേണ്ട ഒരു ഷോപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ കുട്ടികൾക്ക് വേണ്ട ആക്ടിവിറ്റീസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ ഒരു QR കോഡും കൊടുത്തിട്ടുണ്ട്. അമ്പലത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യേണ്ടവർക്ക് ഈ ഡൊണേഷൻ ഡെസ്കിൽ കൊടുക്കുകയും ചെയ്യാം.
ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ ആണ് ഈ ഒരു അമ്പലമണി. ഒരുപാട് അമ്പലമണികൾ അമ്പലത്തിലോട്ട് കയറുന്നതിൻ്റെ 2 സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അമ്പലത്തിലേക്ക് നടന്നു കയറി വരുമ്പോൾ നമുക്കിങ്ങനെ ചുറ്റും കുറച്ച് വാട്ടർ ബോഡി കാണാം. അത് ത്രിവേണി സംഗമത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. പുണ്യ നദികളായ ഗംഗ, യമുന, സരസ്വതി നദികളെ സൂചിപ്പിക്കുന്നതാണ് ഇത്. അമ്പലത്തിന്റെ ചുറ്റും പിങ്ക് സ്റ്റോൺ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഉള്ളിലെ പ്രാർത്ഥനാ ഹാള് നല്ല വൈറ്റ് മാർബിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന വൈറ്റ് മാർബിളാണ്. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ചുറ്റും കാണാൻ കഴിയുന്ന കൊത്തുപണികളാണ്. ഈ കൊത്തുപണികളിലൂടെ പുരാണ കഥകളാണ് പറയുന്നത്. നമ്മുടെ രാമായണം, മഹാഭാരതം, ശിവപുരാണം, ഭാഗവതം ഇതൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതൊന്നും കൂടാതെ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള പുരാണ കഥകളും കൂടെ അതിൽ വരുന്നുണ്ട്. അറേബ്യൻ, മെസപ്പൊട്ടോമിയൻ, അതുപോലെ ഈജിപ്ഷ്യൻ കഥകളൊക്കെ ഇതിൽ കാണാൻ പറ്റും. ഇവയൊന്നും കൂടാതെ UAE നമ്മൾ കാണുന്ന മേജർ അട്രാക്ഷൻസും ഇവിടെ നമുക്ക് ഈ കൊത്തുപണികളിൽ കാണാം. BAPS ഹിന്ദു മന്ദിർ 2 താഴികക്കുടങ്ങളും 7 ഗോപുരങ്ങളും കൊണ്ടാണ് ആക്കിയിട്ടുള്ളത്. ഈ ഗോപുരങ്ങൾ UAE 7 എമിറേറ്റ്സുകളാണ് സൂചിപ്പിക്കുന്നത്. കൃഷ്ണനും രാധയും, ശിവൻ, പാർവതി, ഗണപതി, കാർത്തികേയൻ, അയ്യപ്പനും, സീതാരാമനും, ഹനുമാനും, ലക്ഷ്മണനുമാണ് ഇവിടുത്തെ പ്രധാന ആരാധനാ മൂർത്തികൾ. BAPS ഹിന്ദു മന്ദിറിൽ അമ്പലത്തിൻ്റെ ഏരിയ കൂടാതെ ഇവിടെ വിസിറ്റർ സെൻറ്റർ, അതുപോലെ എക്സിബിഷൻസ് നടത്താനുള്ള സ്ഥലങ്ങൾ, സ്പിരിച്വൽ ലേണിംഗുള്ള സ്ഥലങ്ങൾ, അതുപോലെ വാട്ടർ ഫീച്ചേഴ്സ്, സ്പോർട്സ് ഏരിയ, ഫുഡ് കോർട്ട്, ഗിഫ്റ്റ് ഷോപ്പ് അതൊക്കെ ഉണ്ട് ഇവിടെ. അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴെ എത്തുന്ന സമയത്ത് അവിടെ നമുക്ക് വഴിപാടും പൂജയൊക്കെ ചെയ്യണമെങ്കിൽ അഭിഷേക് മണ്ഡപം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇന്ത്യയിൽ വാരണാസിയിൽ വൈകുന്നേരങ്ങളിൽ ചെയ്യുന്ന ഒരു ആരാധനയാണ് ഗംഗാ ആരതി. ഗംഗാ നദിയെ പൂജിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ചടങ്ങ് നമുക്ക് BAPS ഹിന്ദു മന്ദിറിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു ചടങ്ങ് വൈകുന്നേരം 6:45 അമ്പലത്തിൽ ഇവിടെ തുടങ്ങുന്നത്. അതൊരു 7 മണി വരെ ഏകദേശം കാണും. നമുക്കൊരു 5 തരം കൊടുത്തിട്ട് ഒരു LED ദിയ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു LED താമര വിളക്ക് വാങ്ങിച്ചിട്ട് നമ്മൾ ഗംഗാ നദിയിൽ ഒഴുക്കുന്നെന്നുള്ള അതേ സങ്കല്പത്തിൽ തന്നെ ഇവിടുത്തെ ജലാശയത്തിൽ ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ചടങ്ങ് കാണാൻ കുറേ സീറ്റിംഗ് ഏരിയ ഇവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഈ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് ധാരാളം ആളുകൾ ഈ ബാപ്സ് ഹിന്ദു മന്ദിറിലേക്ക് വരുന്നത്. The waters of Ganga and other holy rivers of India are before you. लोक पावनि हे गंगे जलेस्मिन् सन्निधिं कुरु। ॐ श्री गंगायै नमः। श्री गंगाम् आवाहयामि, स्थापयामि, नमस्करोमि। जय गंगे माता जो नर तुझको ध्याना मनवांछित भय। ഗംഗാരതിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി. ഇതാ താഴെ തന്നെ ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ കയറിയിട്ട് നമുക്ക് എല്ലാം ഒന്ന് കണ്ടു നോക്കാം. നോക്ക് എന്തൊക്കെ സാധനങ്ങളാണെന്നറിയാം. ഇത് നോക്കി നല്ല രസമുണ്ട്. ഇതാ 3D പ്രിന്റഡ് ആയിട്ടുള്ള മന്ദിറിന്റെ മോഡൽ. ഇതൊരെണ്ണം ഒന്ന് വാങ്ങിച്ചാലാ? കൊള്ളാം അല്ലേ? നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതിന്റെ കറക്റ്റ് അതിന്റെ മോഡലാക്കി വെച്ചിട്ടുണ്ട്. പിങ്ക് മാർബിളിന്റെ ആ ഒരു സ്റ്റൈലിൽ തന്നെ ആക്കിയിരുന്നു. നമ്മളെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ടോന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ? ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ട് ഇവിടെ. ഉണ്ടാവും. താഴെ ഒരെണ്ണം എടുക്കട്ടാ? ഓക്കെ, ഫ്രിഡ്ജ് മാഗ്നറ്റ് അപ്പം നമ്മളെ കളക്ഷനിലോട്ട് ഒന്നുകൂടെ പോരട്ടെ. അതെ, ഇതെടുക്കാം അല്ലേ?
നമുക്ക് ഫുഡ് കോർട്ടിലോട്ട് കയറിയാലൊന്നല്ലേ? ശരിയാണ്, കണ്ടിട്ട് തന്നെ അടിപൊളിയാണല്ലോ. ഒന്ന് നല്ല അടിപൊളി ലുക്കാക്കി വെച്ചിട്ടുണ്ടല്ലേ. ഇവിടെയുള്ള ഈ ബെഞ്ചുകളൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന കൺസ്ട്രക്ഷന് കൊണ്ടുവന്ന മെറ്റീരിയൽസിന്റെ പാലറ്റ്സ് ഉണ്ടല്ലോ, ആ പാലറ്റ്സിനെ റീയൂസ് ചെയ്തതാ. അപ്പം ഒരു സസ്റ്റൈനബിലിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടെ അവിടെ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സാധാ ഒരു ഫുഡ് കോർട്ടിന്റെ ലുക്ക് അല്ല അല്ലേ, അതെ അതെ, മൊത്തത്തിൽ ഒരു നല്ല ഒരു വേറെ തന്നെ ഒരു ലുക്ക്. നമുക്ക് ഓരോ സെക്ഷൻ ആണ്, ബേസിൽ ലീഫ്, ബേ ലീഫ്, മിന്റ് ലീഫ്, ബനാന ലീഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഫുഡിന്റെ ഒരു സ്റ്റൈലനുസരിച്ച് നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഓരോ സെക്ഷൻ ആണെന്ന് തോന്നുന്നു. അതിനനുസരിച്ചിട്ട് ഓരോന്ന് ഓരോ പേരിലാണ്. പുറത്തോട്ട് ഇറങ്ങുന്നതിന് മുന്നേ ഇതാ പ്രസാദം ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെന്താ പിന്നെ പ്രസാദം കൂടെ കയറി വാങ്ങിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. കഴിക്കുന്ന പ്രസാദമാണെന്ന് തോന്നുന്നു.